ഹലോ ഗൈസ്, ഏതോ ജന്മകൽപ്പന പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിന്റെ വീട്ടില് ഇപ്പോഴും നമ്മുടെ മുത്തശ്ശിക്കൊന്നും നമ്മുടെ ശ്യാമിന്റെ ആ ഒരു ചതി അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, നമ്മളെല്ലാവരോടും എത്ര മാന്യമായിട്ടും വിശ്വാസവുമായിട്ടാണ് പെരുമാറുന്നത്, പക്ഷെ അവരിങ്ങനെ ചതിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അശ്വിൻ പറയോട്ടെ. അപ്പൊ അശ്വിൻ പറയുന്നുണ്ട്, എനിക്ക് അവന്റെ ചതി നേരത്തെ തന്നെ അറിയാമായിരുന്നു മുത്തശ്ശി. ആകാശിന്റെ കല്യാണത്തിന്റെ അന്ന് ഞാനത് തിരിച്ചറിഞ്ഞതാണ് എന്ന് നമ്മുടെ അശ്വിൻ പറയുന്നുണ്ടേ. പിന്നീട് നമ്മുടെ ശ്രുതി അശ്വിനി ഇങ്ങനെ ആശ്വസിപ്പിക്കുക കേട്ടോ. എനിക്ക് ഇവിടുത്തെ എല്ലാവരുടെയും സങ്കടം എനിക്കറിയാം, പക്ഷേ എല്ലാം സമാധാനത്തിലാകും എന്ന് പറയാനേ എനിക്ക് അറിയത്തുള്ളൂ സാറേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ പറയുക, നമ്മുടെ അശ്വിനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്ന ഒരു നിമിഷങ്ങളും അതോടൊപ്പം തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ അഞ്ജലിയെ പഴയ രീതിയിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പൊ ശ്യാമിന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം കേട്ടോ. അപ്പൊ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ഒന്നും കഴിക്കുന്നില്ലതാണ്. അപ്പൊ നമ്മുടെ അശ്വിൻ കുറച്ച് ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഒരു പഴയ നമ്മുടെ അഞ്ജലി പണ്ട് കുഞ്ഞിലെ നമ്മുടെ അശ്വിന് പറഞ്ഞു കൊടുത്ത കുട്ടി കുട്ടി കഥകളൊക്കെ നമ്മുടെ അഞ്ജലിക്ക് പറഞ്ഞു കൊടുത്തിട്ട് അഞ്ജലി എങ്ങനെയെങ്കിലും ഫുഡ് കഴിപ്പിക്കാനൊക്കെയുള്ള ഒരു തത്രപ്പാടിലാണ്. കുറച്ച് തമാശ കഥകളും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു ശ്രമിക്കുന്ന നമ്മുടെ അശ്വിൻ നമ്മുടെ അഞ്ജലിയെ ആ ഒരു പഴയ അഞ്ജലിയാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു നിമിഷങ്ങളും ഇതോടൊപ്പം തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.